ചേച്ചി എങ്ങനുണ്ട്? വിചാരിച്ച പോലെ അല്ലട്ടോ, കൊച്ചാണെങ്കിലും ഇടിച്ച് ഞെരുക്കി കളഞ്ഞു മനുഷ്യനെ. ചേച്ചി ഇവിടെ അയ്യോ പൊത്തോന്ന് പറഞ്ഞോണ്ടിരിക്കണ്. അവളതോടെ പയറുമണി പോലെ ചാടി കളിച്ചോണ്ടിരിക്കുന്നു. കനകാന്റെ അമ്മൂമ്മയും പോയിട്ടെത്തിയില്ലല്ലോ. തിളച്ച ചായ കയ്യിൽ തരുമ്പോ നോക്കണം. ചുമ്മാ അല്ല കൊച്ചിനെ കാണുന്നില്ല കിട്ടണ. ചേച്ചി നോക്കിയോ, അമ്മൂമ്മയും കനകാന്റെ കൂടെ വരുമ്പോളേ അവള് പരാതികളുടെ പെരുമഴയായിരിക്കും. നേരത്തെ എനിക്കറിയാലോ, നോക്കാം. എന്താടി നോക്കണേ? ഇത് കണ്ടോ? ഇത് നീ കണ്ടോ? എന്തുകൊണ്ട് എന്തൊന്നും മനസ്സിലായില്ല. കൂണ് കൂണാ? നമ്മുടെ ആ മരം മുറിച്ചിട്ടേക്കുന്നില്ല അങ്ങേ അറ്റത്ത്, വസ്തുവിന്റെ അങ്ങേ അറ്റത്ത്. ആ അവിടുന്ന് കിട്ടിയതാ. ഇത് ഞാനേ ഇറച്ചിക്കറി വെക്കുന്ന പോലെ അങ്ങോട്ട് വെക്കും. കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. എന്താ എന്നെ എന്തിനാ ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചോ? ആ ചോദിക്ക്. ഇപ്പൊ ചോദിക്കാം. ലച്ചു, നീ എന്തിനാ കുഞ്ഞിനെ ഉപദ്രവിച്ചേ? ഞാൻ മര്യാദക്ക് എന്റെ റൂമിലിരുന്ന് ഫോണില് പ്രേതപ്പടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം മാഡം പുറകെ വന്ന് പേടിപ്പിച്ച്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ? പേടിപ്പിച്ചോ? എന്നെ കടിച്ചു. കടിച്ചോ? കടിച്ചു. എന്നെ കടിച്ച് ഞാൻ തിരിച്ചും കടിക്കും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു, കോംപ്ലിമെന്റ് ആക്കി. കോംപ്രമൈസ്. ആ ഇനി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയ നിങ്ങളെ ഞാൻ കടിക്കും. മനസ്സിലായോ? ആ കനകം, നീ ഇതൊന്ന് കഴുകി വൃത്തിയാക്ക്. ലച്ചു, കുറച്ച് കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞ് വൃത്തിയാക്കി. ഇത് എന്ത് ടൈപ്പ് കൂണ? ഇത് ചിപ്പിക്കൂണിന്റെ അനത്തിൽപ്പെട്ട ഒരു കൂണ. ചിപ്പിക്കൂണിന്റെ ഇനത്തിൽപ്പെട്ട ഒരു കൂണോ? ആ അമ്മമ്മ സത്യം പറയാത് ഏത് കൂണെന്ന് അറിയാലോ അല്ലേ? എടാ എനിക്കറിയാം, നീ എന്നെ കൂണിനെ കുറിച്ച് പഠിപ്പിക്കാൻ വരല്ലേ. ചിപ്പിക്കൂണുണ്ട്, അരിക്കൂണുണ്ട്, കൊടക്കൂണുണ്ട്, പിന്നെ അങ്ങനെ പലതരം കൂണുകളും ഉണ്ട്. ഓ അതൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 10,000-15,000 കൂണുണ്ട് ഈ ലോകത്ത്. ആ പടം മൊത്തം 2,000 കൂണ തിന്നാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കണത്, അതൊരു കണത്തിൽപ്പെട്ട ഏതെങ്കിലും കൂണാണോ ഇത് എന്ന്. അതൊക്കെ നമുക്കറിയാവിടെ. ഈ പറിച്ചു കഴിയുമ്പോഴേ ഇച്ചിരി കഴിയുമ്പോൾ നിറം മാറുന്നതാണെങ്കിൽ അത് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ മുറിച്ച് കഴിയുമ്പം ഈ കറ ഇങ്ങനെ വരും, അതും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പണ്ട് നമ്മുടെ പടവലത്തെ പറമ്പിലൊക്കെ എന്തുമാത്രം കൂണുണ്ടായിരുന്നെന്നറിയാവോ? പിന്നെ അത് മാത്രമല്ല, അപ്പൂപ്പൻ കാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴേ നല്ല ഒന്നാന്തരം കൂണ് കൊണ്ടുവരുമായിരുന്നു, കൊടക്കൂണ്. അത് കൊണ്ടുവന്ന് അങ്ങോട്ട് കറി വെച്ച എൻ്റെ പൊന്നു മോനെ എന്തൊരു സ്വാദായിരുന്നെന്നറിയാവോ? നമ്മുടെ പടവലത്തെ ആ തോടിന്റെ അവിടെ ഒരു കൂൺ കിട്ടുമായിരുന്നല്ലോ. അത് അപ്പക്കൂണ്, അത് വിഷക്കൂണാ. അമ്മൂമ്മ, നേരത്തെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ ഈ വീടിന്റെ പറമ്പിൽ, അടുത്തുള്ള പറമ്പിലൊക്കെ ഈ കിളിക്കണ ഈ കൂണുണ്ടല്ലോ, പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്നുള്ള വിഷം വലിച്ചെടുക്കും. പിന്നെ വിഷം വന്ന് കൂണിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. ഒന്ന് പോവച്ചേ അവിടെ നിന്ന്. നിനക്ക് കൂണിനെ പറ്റി എന്തറിയാം? കൂണിനെ പറ്റി എന്തറിയാന്ന് അമ്മൂമ്മക്ക് ഒരു കാര്യം അറിയോ? ഈ ഇടി ഇടിക്കുമ്പോഴാണ് കൂണുണ്ടാവണത്, അതറിയൂ? ഇടി ഇടിക്കുമ്പോഴോ? ഇടി ഇടിക്കുമ്പോ ഇടിയുടെ പ്രകമ്പനത്തിൽ താഴ്ന്ന കൂണിങ്ങനെ. ഇടി വെട്ടുമ്പോ ആടെ ഇടി ഇടിക്കുമ്പോ ഇടി വെട്ടുമ്പോ എല്ലാം ഒന്ന് തന്നെ. ആടാ കൂണിങ്ങനെ പൊങ്ങി വരും, അതിന് ഇടിക്കൂണെന്നും പറയപ്പെടും. പിന്നെ അത് വിട് പോട്ട്. ഈ കൂണെന്താണ് വെള്ളയായിട്ടിരിക്കണേ? അത് വെള്ളയായിട്ടിരിക്കുന്ന അത്രേ ഉള്ളൂ. വെരി ഗുഡ്. ഈ ഇല എന്താണ് പച്ചയായിട്ടിരിക്കണേ? അത് പച്ചയായിട്ടിരിക്കുന്നുണ്ട്. അമ്മൂമ്മ, അതിനകത്ത് ഹരിതകം എന്ന് പറയുന്ന സാധനമുണ്ട്, ക്ലോറോഫിൽ. ആ സാധനം ഇല്ല കൂണിന്. അതുകൊണ്ടെന്താ